മറ്റൊരു സിനിമ കൂടി വരുന്നു, വാഗ്ദത്ത ഭൂമി. ഈ ഒരു സിനിമയിൽ നമുക്കറിയാം, കുറെ പേർക്ക് ഈ സിനിമയെ കുറിച്ച് അറിയാലേ. AI മൂവി നമ്മുടെ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നു. കുറേയേറെ സിനിമകൾ ഇതിനിടെ തന്നെ AI മൂവിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതൊന്നും റിലീസിംഗ് ഘട്ടത്തിലേക്ക് വരെ എത്തിയില്ല. പക്ഷെ നമ്മുടെ വാഗ്ദത്ത ഭൂമി അടുത്ത ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈഡി നൽകാം വാഗ്ദത്ത ഭൂമി എന്ന ഈ ഒരു സിനിമയ്ക്കായിട്ട്. എന്റെ ചുണ്ടുകളിൽ നിന്റെ ചുംബനങ്ങളുടെ മുദ്ര ചാർത്തുക. എന്തെന്നാൽ നിന്റെ അനുരാഗം വീഞ്ഞിനേക്കാൾ മധുരതരമത്രേ. നിന്റെ സുഗന്ധ ലേപനങ്ങളെക്കാൾ അത് ലഹരി പകരുന്നു. അവൻ കുട്ടിയല്ലേ ചേച്ചി, കാര്യങ്ങളൊന്നും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ. മഞ്ഞുമൂടിയ കാനഡയിലെ ഏതോ ഒരു തെരുവിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടി പോലൊരു വീട് വാങ്ങാൻ എന്റെ ഈ വലിയ ആകാശത്തെ അവൻ വിൽക്കുകയാണ്, എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ. പനോരമ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സംവിധായകനായ സിദ്ദിഖ് പറവൂരാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലയാള സിനിമയിൽ ഈ ഒരു പുതിയ ദൃശ്യഭാഷ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. CEO വാലപ്പൻ ക്രിയേഷൻസ് അവരെയും സ്റ്റേജിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയോടുകൂടി നമുക്ക് സ്റ്റേജിലേക്ക് അവരെ ആദരപൂർവ്വം ക്ഷണിക്കാം. താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് പറവൂർ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നിരവധി സിനിമകൾ നമുക്കറിയാം. താഹിറ ഇന്ത്യൻ പനോരമ സെലക്ടഡ് മൂവിയാണ്. അതുപോലെ തന്നെ സ്വന്തം ശ്രീധർ, അതുപോലെ തന്നെ ലാൻഡ് ഓഫ് സോളമൻ ഇംഗ്ലീഷ് മൂവിയാണ്. സ്വാലിഹ്, നിഴൽ വ്യാപാരികൾ അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഡോക്ടർ അനശ്വര. നല്ലൊരു കൈയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ അനശ്വരയെ. താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ജലീൽ ബാദുഷ. നമ്മുടെ ഈ ഒരു സിനിമയുടെ സ്റ്റിൽസ്, നമ്മുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ ഒരു നിൽക്കുന്നത്. ഈ കണ്ണികൾക്ക് തുടർച്ചയായിട്ട് നിരവധി താരങ്ങളും അതുപോലെ അണിയറ പ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കപ്പോ തിരി തെളിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് നമുക്ക് പ്രാർത്ഥനയോടെ തിരിതെളിയിക്കും. വാഗ്ദത്ത ഭൂമി എന്ന ഈ ഒരു ചലച്ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും തിരിതെളിയിക്കുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ട നിർമ്മാതാവ് ഷാജു വാലപ്പൻ ആൻഡ് ഫാമിലി, ലിൻസി ഷാജു വാലപ്പൻ ആൻഡ് നമ്മുടെ തേക്കിങ്കാട് ജോസഫ് സർ, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ അനശ്വര, എല്ലാവർക്കും വളരെയധികം നന്ദി.
കടന്നു വരുന്നത്? എങ്ങനെയാ ഇതിന്റെ തുടക്കം? സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഒരു ടീം വർക്കിന്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. ആ സന്തോഷത്തിൽ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളെ ഞങ്ങളുടെ ഒപ്പം നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമ എന്ന് പറയുന്നത് വാലപ്പൻ ക്രിയേഷന്റെ 6ാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യം നമ്മൾ ചെയ്ത ഒരു ആൽബമായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ഒരു കമേഴ്ഷ്യൽ പടം ചെയ്തു. പിന്നെ 2 ആർട്ട് മൂവി ചെയ്തു. പിന്നെ പുതുമയാർന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്കായിട്ട് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അറിയാം, AI ഫിലിമിനെ കുറിച്ചും AI വിഷ്വൽ മീഡിയയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. 100% AI ആയിട്ട് ഇന്ന് വരെ ആരും മലയാളത്തിലൊരു ചിത്രം പോലും നിർമ്മിച്ചിട്ടില്ല. ആ റെക്കോർഡ് ഇന്ന് വാലപ്പൻ ക്രിയേഷനും സിദ്ദിഖും നമ്മുടെ ഈ നിൽക്കുന്ന ടീമും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിനിമയിൽ ഒരു അടിവരയിടാനും അതിൻ്റെ ഒരു ഹിസ്റ്ററി രചിക്കാനും ഈ നിൽക്കുന്ന ടീമിന് സാധിച്ചു. പലരും ഇതിന്റെ പുറകിലുണ്ട്. എല്ലാവരും സ്റ്റേജിൽ നിർത്തിയിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾ ആദ്യം തന്നെ ഈ പിക്ചർ ഇവിടെ കാണിക്കും. പിക്ചറിന്റെ ട്രെയിലർ ഇവിടെ കാണിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ പ്രസ് മീറ്റ് നടത്തുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഈ നൂതന രീതികളിലേക്ക് കടക്കുന്ന ഈ അവസരം നമ്മുടെ മാധ്യമ പ്രവർത്തകർ, മീഡിയ, ഓൺലൈൻ, വിഷ്വൽ, പത്രം, എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നു ഇത് നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനുമായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്നും ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അത് നല്ല കാര്യങ്ങളാണെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ, ഞങ്ങൾക്ക് ഇത് സൃഷ്ടിക്കാനേ സാധിക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ദൗത്യം നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ എല്ലാവരും എത്തിയതിൽ. അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രസ് മീറ്റിന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Way of conveying message to the society, and I think people should put this thing into use in a good way. That is other thing. People can always exploit. എല്ലാ സാധനത്തിനും നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. അപ്പൊ നല്ല വശത്തിൽ കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാനും ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ താങ്ക്സ് ടു ഡയറക്ടർ സിദ്ദിഖ് സർ, പ്രൊഡ്യൂസേഴ്സ് ഷാജു വാലപ്പൻ, പിന്നെ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും കണ്ടിന്യൂസ് ആയി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും എൻ്റെ സോഴ്സായ ജലീൽക്ക. സോ പിന്നെ there are certain other peoples, so a big thanks to them. അപ്പോൾ ഞാൻ ഈ ട്രെയിലർ കാണുന്നതിന് മുന്നേ വരെ എനിക്കും ചെറിയൊരു ആൻറ്റിസിപ്പേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ സാറിനോട് ചോദിച്ചു, എനിക്ക് ചെറിയൊരു ക്ലിപ്പെങ്കിലും അയച്ചു തരായിരുന്നു. അപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഞാൻ എന്താണ് കാണാൻ പോകുന്നത്. സാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, യു കെൻ സീ. അപ്പോൾ ഞാനും അത്രയും ആൻസൈറ്റിയോട് കൂടിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കാണുന്നില്ല, ഞാൻ താഴെ ഇറങ്ങിപ്പോയി കണ്ടിട്ട് പറയാം. ഞാൻ താഴെ ഇറങ്ങി, ഞാൻ കണ്ടു. So I was thinking something cartoonish, like I was not expecting that thing to have a precise emotion or a precise movement or anything, but I think that was excellent so far. And പിന്നെ ഞാൻ എന്താ പറയാ, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കരമായി അഭിനയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ, ലൈക്ക് എവ്രി അതർ ആക്ടേഴ്സ് ഹു ഹാവ് ഓൾ ദോസ് തിങ്സ് ഇൻ ദർ മൈൻഡ്, ഐ ഓൾസോ ഹാവ് സർട്ടൻ തിങ്കിങ് ലൈക്ക് ഐ ഷുഡ് ഡു ദിസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ ഇരുന്ന് ചിന്തിച്ചത്, ഐ ആക്ച്വലി ഷുഡൻറ്റ് ഡു ഓൾ ദിസ് തിങ്സ്, സംതിങ് കൻ ഓൾറെഡി ഡു ഓൾ ദോസ് തിങ്സ്. ബട്ട് ദെൻ ദിസ് ക്ലിക്ക് ടു മൈ മൈൻഡ് ദാറ്റ്
സ്ക്രീനിൽ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന മുഖങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇപ്പൊ ഞാൻ സാർ പറഞ്ഞ പോലെ റീപ്ലേസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു ആക്ടറിനെയും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എൻറ്റയർ സിവിലൈസേഷനെ ഒന്നും AI ഒന്നും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഗോണ റീപ്ലേസ്, റാദർ ഇറ്റ്സ് ഗോണ ബി എ പാരലൽ തിങ്. ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സിനിമ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ കിട്ടാത്തവർക്കോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാത്തവർക്കോ അങ്ങനെ നിർമ്മിച്ചത് 2 ആളുകളോടുള്ള അവരുള്ള ആദരത്തിന്റെ പേരിലാണ്. ഒന്ന് ജോൺ എബ്രഹാം, അദ്ദേഹത്തിന്റെ അമ്മാറിയ എന്നുള്ള സിനിമ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് സിനിമക്കാർക്കാണ്. ഒരു പ്രൊഡ്യൂസറെ കിട്ടാതെ തനിക്ക് പറയാനുള്ള കഥകൾ ആളുകളോട് പറയാൻ ഈ സാങ്കേതിക വിദ്യ ഒരു പരിധിവരെ അത്തരം സിനിമക്കാർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. വരും കാലങ്ങളിൽ ഈ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നടക്കും. പക്ഷെ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും AI അതേപോലെ തന്നെ മറ്റു ടെക്നോളജി, നാനോ ടെക്നോളജി കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വികാസ പരിണാമത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഓരോ മേഖലയിലും AI പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ ക്യാമറ ഇനി കൈകാര്യം ചെയ്യുന്നത് AI ആയിരിക്കും. അത് അതിൻ്റെ പല ഫങ്ഷൻസും AI കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് പെർഫെക്ഷൻ ആക്കാനായിട്ട് AI ഉപയോഗിക്കാം. അങ്ങനെ ഓരോ മേഖലയിലും ഒരു ഡോക്ടർക്ക് ഇപ്പോൾ ഡോക്ടർ അനശ്വര ഒരു അനസ്തീഷിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ അനസ്തീഷിസ്റ്റായിട്ടുള്ള അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് AI കൊണ്ട് പറ്റും. ഓരോ മേഖലയിലും അതേപോലെ തന്നെ സിനിമയിലും പറ്റും. ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും AI സിനിമ പിടിക്കാൻ പറ്റുമെന്നുള്ളത്. അതിൽ എനിക്ക് അത്ര ഒരു അഭിപ്രായമില്ല. കാരണം സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടായ്മകൾക്ക് AI സിനിമ അല്ല ആ സിനിമയ്ക്ക് അവർ ചെയ്യുന്ന സിനിമയ്ക്ക് AI ഒരു പരിധി വരെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ AI ഒരു 4ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ AI 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ വരും വർഷങ്ങളിൽ അതിൻ്റെ പല മോഡലുകളും AIയുടെ ഇതുമായി ബന്ധപ്പെട്ട മോഡലുകളെല്ലാം അപ്ഡേഷനാകും. 27ലും 28ലുമൊക്കെ വലിയ മാറ്റങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അപ്പോഴും സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഗുണമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ നമ്മൾ സാധാരണ രീതിയിലുള്ള പുതിയ താരങ്ങളുടെ അവതാരം ഉണ്ടാകുക വളരെ പ്രയാസമാണ്. ഇപ്പം നിലവിലുള്ള നടന്മാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളായിരിക്കും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ അതിൽ വ്യാപൃതമാകുകയും അത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം അവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് ഉപയോഗിക്കാനായിട്ട് അത്തരം കമ്പനികൾക്ക് കൂടുതൽ കഴിയും. അപ്പോൾ അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കുറക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോഴും ഈ നിർമ്മിത ബുദ്ധിക്ക് മുകളിൽ തന്നെയാണ് മനുഷ്യൻ്റെ സ്ഥാനം. കാരണം നിർമ്മിത ബുദ്ധി എപ്പോഴും അത് നിർമ്മിത ബുദ്ധി തന്നെയാണ് മനുഷ്യൻ്റെ ബുദ്ധി. അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യൻ്റെ വികാരങ്ങളൊന്നുമില്ല. മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള വികാരങ്ങളൊന്നും നിർമ്മിത ബുദ്ധിക്കില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആദ്യമായിട്ട് ജപ്പാൻ പുറത്തിറക്കിയ ഒരു ഹ്യൂമനോയിഡ്, അതിന് സൗദി അറേബ്യ വിലക്ക് വാങ്ങിയത്. എന്നിട്ട് അതിന് സൗദി അറേബ്യയിൽ പൗരത്വം കൊടുത്തു. അപ്പോൾ സൗദി അറേബ്യയിലെ ഒരു പൗരൻ ഈ സോഫിയ എന്ന് പറയുന്ന ഹ്യൂമനോയിഡാണ്. അപ്പോൾ ഒരിക്കലും ബോംബെയിൽ നമ്മുടെ ഒരു ശാസ്ത്ര കോൺഫറൻസിൽ ഈ സോഫിയ വന്നിരുന്നു.
അപ്പോൾ സോഫിയുടെ പത്രക്കാരൻ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും ലക്ഷ്യം എന്താണ്? അപ്പോൾ അത് പറഞ്ഞത്, എനിക്ക് വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബം, കുട്ടികൾ. ശിവജി ഗുരുവായൂർ, നമുക്കറിയാം ഇവരൊക്കെ കഴിവൊട്ട ആൾക്കാരാണ് നമ്മുടെ സിനിമാ മേഖലയിൽ. പക്ഷെ അവർക്കൊന്നും മുഖ്യ റോളുകളിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വിഭിന്നമായിട്ടാണ് നമ്മൾ അന്ന് ആ പടം ചെയ്തതും അത് വിജയിപ്പിച്ചതും. പാഷാൺ ഷാജിക്ക് പുറമെ നീന കുറുപ്പുണ്ട്, പഴയകാല നായികയായിട്ട് അഭിനയിച്ച നമ്മുടെ നീന കുറുപ്പ്, എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ ഒപ്പമാണ് ഞങ്ങളുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് സമൂഹത്തിലേക്ക് ഒരു ആശയം കൊടുക്കാനും ഞങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരുപാട് താരങ്ങളെ ഞങ്ങൾക്ക് പുതുമുഖങ്ങളായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞങ്ങളെ പറ്റി സാധിച്ചു. അതുപോലെ തന്നെ രണ്ടാം നിരയിൽ വളരെ കഴിവുറ്റ മുൻനിരയിലേക്ക് വരാൻ സാധിക്കാൻ അവസരം കിട്ടാത്ത രണ്ടാം നിരയിലെ മെയിൻ കഥാപാത്രങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങളന്ന് ആ പടം ആവിഷ്കരിച്ചത്. വളരെയധികം സാമ്പത്തിക നേട്ടത്തിനോ മറ്റോ അല്ല ഞങ്ങൾ ഈ ആശയം കൊണ്ടുവരിക, എന്നാൽ ഞങ്ങൾ പണം നഷ്ടപ്പെടുത്താതെ അത് സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ആ സിനിമയില് നമുക്കറിയാം പാഷാൺ ഷാജി അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ നായിക വേഷം കിട്ടിയൊരു സിനിമയാണ്. നമുക്കറിയാം അതുപോലുള്ള ക്യാരക്ടറിന് നായിക വേഷം കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും, കഴിവില്ലാണ്ടല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തില് സിനിമാ മേഖല എന്ന് പറയുന്നത് പല ഇക്വേഷൻസ് വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന നായകനും ഇന്ന നായികയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ റേറ്റ് ഇത്രയും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കോടി. സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ മക്കള് ഡോക്ടർമാരും, വക്കീലിന്റെ മക്കള് വക്കീലും, പ്രൊഫസർമാരുടെ മക്കള് പ്രൊഫസർമാരായി വരുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ കാണാറ്. അപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലും സിനിമാക്കാരുടെ മക്കളാണ് അതിനകത്ത് ഷൈൻ ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഈ മാറ്റം, ഇതിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ അധികം പുതുമുഖ സാധാരണ കച്ചവടം മാത്രമല്ല, ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ വേർപ്പിൻ്റെ ഒരു എമൗണ്ട് പല മേഖലകളിലായിട്ട് ഞാൻ ചെലവഴിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം, സോഷ്യൽ ആക്ടിവിറ്റിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സന്തോഷത്തിന്, എൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്. ഇപ്പം എൻ്റെ കുടുംബം ലിൻസി ആയാലും നോയലായാലും അതിനോട് സഹകരിക്കാനും സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അല്ല, ഞങ്ങൾ കുറച്ച് ഫെസ്റ്റിവലുകൾ പോയതിനു ശേഷം ഞങ്ങൾ റിലീസ് ചെയ്യുള്ളൂ. കാരണം ഈ പ്രീമിയർ ആവശ്യപ്പെടുന്ന കുറെ ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പൊ ഈ സിനിമ മിക്കവാറും വലിയ ഫെസ്റ്റിവലുകളിലേക്കെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രീമിയർ സ്റ്റാറ്റസ് വേണം പല ഫെസ്റ്റിവലുകൾക്കും. നമ്മൾ റിലീസ് ചെയ്ത പടങ്ങള് പല ഫെസ്റ്റിവലും, ഇപ്പൊ ടിഫ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. പണ്ട് നമ്മുടെ ഈ പുഴു എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തുകൊണ്ടാണ്, അവിടെ ഒരു സെലക്ഷൻ കിട്ടിയ പടമൊക്കെ ആയിട്ടാണ് നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവർ റിലീസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അവിടെ കളിക്കാൻ കഴിയുന്നത്. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് കോപ്പി ആക്കി സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം വേറൊരു പടം അന്ന് റിലീസ് ചെയ്യാൻ തോന്നിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടത്തില്ലേ? ഇല്ല, അങ്ങനെയില്ല. ഞങ്ങളിപ്പോ അതിന് റെക്കോർഡിക്കലായിട്ട് ഞങ്ങളാണ് ഇത് ഫസ്റ്റ് സെൻസർ ചെയ്ത ഒരു സിനിമ. ജനങ്ങൾക്ക് അതറിയാമോ? അല്ല, അതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കുന്നത്. അതിനാണ് നിങ്ങളുടെ സഹായം ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോ പടം സെൻസറിങ് ഒക്കെ എല്ലാം ചെയ്തു. അപ്പോ അത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക. നിങ്ങളാണ് പിന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. മീഡിയ എന്ന് പറഞ്ഞൊരു ഇത് ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ എല്ലാവരിലും എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ന്യൂസിനെ എല്ലാവരും എത്തിക്കുക. പിന്നെ ഗവൺമെന്റ് റെക്കോർഡിക്കലി നമ്മൾ തന്നെയാണ്. ഇപ്പോൾ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യലി ഒരു ഇത് തന്നെയാണ്. ശരിക്കും ഒരു എന്താ പറയാ, നമ്മള് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു സംഭവം തന്നെയാണ് സെൻസറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് സിനിമ എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു സോഷ്യൽ മെസ്സേജ്
റോട്ടിലിറങ്ങി സമരം ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമ്മുടെ അഭ്രപാളിയിൽ നമ്മളൊരു കഥയെ ആവിഷ്കരിച്ച് ഒരു മെസ്സേജ് കൊടുത്താൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നു, ജനങ്ങൾ ബോധവാന്മാരാവും എന്നുള്ളത് നമുക്കറിയാം. അതിന് ആർട്ട് ഫിലിമോ കൊമേഴ്ഷ്യൽ ഫിലിമോ എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിൽ ആര് സിനിമ ചെയ്താലും അത് വർക്കൗട്ടാവും എന്നാണ്. ഒരു സമരരീതി പോലെ തന്നെയാണ് അതിനെ ഞാൻ കാണുന്നത്. പണ്ട് യേശുദാസിന്റെ പാട്ട് മാത്രം കേട്ടുകൊണ്ടിരുന്ന ജനത്തിന്റെ മുമ്പിൽ ജാസി ഗിഫ്റ്റിന്റെ ഒരു പാട്ട് വന്നപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പാടി നടന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റം അതിലൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ വരുള്ളൂ. എപ്പോഴും സിനിമ നിർമ്മിക്കാനും അത് വിതരണം ചെയ്യാനും അതിലൂടെ സമ്പത്തുണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോഴും ഈ താരങ്ങൾക്കും അവരുടെ ഇവിടെയാണ് സാറേ. ഏഴ് സിനിമ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മമ്മൂക്കയെ വെച്ച് ഇപ്പൊ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, ഏഴ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മമ്മൂക്കയുടെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ? അതായത് ഈ നമ്മളിപ്പോ ഇതെല്ലാം പല മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഗൂഗിളിന് മോഡൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കിക്സ് ഫീൽഡ്, പിന്നെ ചൈനീസ് കമ്പനികൾ ക്ലിങ് എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ മറ്റേ ഇപ്പൊ ഒരു സി ഡാൻസ് 2 എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറെ കൂടെ അഡ്വാൻസ് പ്രോഗ്രാംസ് ആണ്. പക്ഷെ അതിൽ പല പ്രോഗ്രാംസും നമ്മളെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾക്ക് അതിലൂടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് അങ്ങനൊരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ചില പ്രോഗ്രാം എന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അവർ എഗ്രിമെന്റ് ആണതില്ല. ആ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോളിസി വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അഡൾട്ട് ആകാത്ത ആളുകളെ പല മോഡൽസും ഉപയോഗിക്കാൻ കഴിയില്ല. കുട്ടികളെ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താരങ്ങള് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ഓൺ പ്രൊഡക്ഷനിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അവർക്ക് അധ്വാനം ഭാരം കുറക്കാൻ കഴിയും സിനിമ കൊണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഇപ്പോ ഷാജു ആലപ്പനും ഡോക്ടർ അനശ്വരയും ഒക്കെ അഭിനയിച്ചു, അല്ലെങ്കിൽ ജലീൽ ബാദുഷ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. അപ്പൊ ആ ഒരു മാർക്കറ്റ് വാല്യൂ അവർക്കുള്ളിടത്തോളം സിനിമയില് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാലിപ്പോ സന്തോഷ് വർക്കി നായകനായിട്ട് ഒരു പടം വരുന്നു. സന്തോഷ് വർക്കി എല്ലാവർക്കും അറിയാം, കുറെ ആളുകളുടെ സിനിമ കാണും. അപ്പൊ ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഏതെങ്കിലും മേഖലയിൽ സഞ്ജു സാംസൺ സിനിമ വരുന്നു, അങ്ങനെയൊക്കെ വരാം. പ്രത്യേകിച്ച് അല്ലാതെ പുറത്തുനിന്നൊരു പുതിയൊരു താരത്തിന്റെ ഉദയം അത് ഈ വരുന്ന കാലങ്ങളിൽ അതിനൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ടെക്നോളജി എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. സിദ്ദിഖ് സാർ, ഇപ്പൊ അവരെ ഡേറ്റ് കിട്ടാത്ത ഒരു അവസരത്തില് അവരായ സമ്മതം കിട്ടിയാലും നമുക്ക് ചെയ്യാനുള്ള ഒരു അവരുടെ സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്യേണ്ടി വരും. കാരണം പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരാളും ഇപ്പൊ ചിലപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉദാഹരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജോസ് മാമ്പിളി എന്ന് പറയുന്ന ജോസ് ഏട്ടനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പലപ്പോഴും ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ ചെയ്യുമ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ പോളിസി വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹത്തെ കാണുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഏതോ ഒരു പ്രസിഡന്റ് വയലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പൊ എനിക്ക് അത് കുറെ പ്രശ്നം. പിന്നെ ഞാൻ അതിന്റെ പേര് മാറ്റിക്കൊടുത്ത് കുറെ ചേഞ്ചൊക്കെ ഈ പണ്ട് ഈ പ്രേം നസീർ ഡബിൾ റോളിൽ അഭിനയിക്കുമ്പോൾ ഒരു മറുക് വെക്കണ മാതിരിയൊക്കെ വെച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാനിത് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രായോഗിക പ്രശ്നങ്ങളാണിത്.